PSU തർക്കത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ശശി തരൂർ MP. തന്റെ തലവേദന ഇപ്പോൾ പാർലമെന്റാണ്. കേന്ദ്ര സർക്കാർ 8 ബില്ല് കൊണ്ടുവരുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. ചെറുപ്പക്കാർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ആളാണ് മുഖ്യമന്ത്രിയെന്നും ശശി തരൂർ പറഞ്ഞു. ഇതിലൊന്നും ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, എൻ്റെ തലവേദന ഇപ്പോൾ പാർലമെൻറ്റാണ്. ഞാൻ നാളെ പോകുന്നു ഡൽഹിയിൽ. അവിടെ ഈ കേന്ദ്ര സർക്കാർ 8 ബില്ല് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും ചർച്ച ചെയ്യാനായിരുന്നു ഞങ്ങൾ കൂടിയത്. ഇവിടെ ഞാൻ വരുന്ന മുമ്പ് ഡൽഹിയിലായിരുന്നല്ലോ ഈ ചർച്ച കൂടാൻ. അപ്പം മനസ്സ് അവിടെയാണ്. ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടി നമ്മളുടെ പാർട്ടിയാണ്. കോൺഗ്രസിൻ്റെ ഒപ്പം എല്ലാ നല്ല കാര്യങ്ങളും നടക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അകത്തുള്ള ചില വിവാദങ്ങൾ ചിലപ്പോൾ സ്വാഭാവികം ഉണ്ടാവും. ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ. ഞാൻ തന്നെ എത്ര പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട് ഇതിൽ. നമ്മുടെ മുഖ്യമന്ത്രിയാണ് എല്ലാ വിധത്തിലും അഭിപ്രായം പറയാൻ ഒരു കഴിവ് കാണിച്ച ഒരു നേതാവ്. ചെറുപ്പക്കാലം മുതൽക്ക് തന്നെ അദ്ദേഹത്തിന് അതിന് എപ്പോഴും ബഹുമാനമുണ്ട്. അതിന് പ്രശ്നമൊന്നും ചിന്തയൊന്നുമില്ല. ഇന്നു മുതൽ വൈദ്യുതി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായേക്കും. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇന്നു മുതൽ 1 വർഷത്തേക്കാണ് കരാർ. യൂണിറ്റിന് 5.96 രൂപയ്ക്ക് രാത്രിയിൽ വൈദ്യുതി വാങ്ങും. കൊറോ ഹെൽത്ത് പിരിച്ചുവിടൽ വിവാദത്തിൽ നിർണായക ചർച്ച നാളെ. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ കമ്പനിയുടെ ഉന്നത മാനേജ്മെന്റ് പങ്കെടുക്കും. ജീവനക്കാരെ സംരക്ഷിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സർക്കാർ തൊഴിൽ തുടരാനുള്ള വ്യക്തമായ നിർദ്ദേശവുമായി എത്താനാണ് കമ്പനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൃപ്തികരമായ നിർദ്ദേശമുണ്ടായില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ ജോലി നഷ്ടപ്പെട്ട 100 കണക്കിന് ജീവനക്കാരുടെ ഭാവി ഈ ചർച്ചയുടെ ഫലത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. സർക്കാർ മധ്യസ്ഥതയിൽ നടക്കുന്ന നാളത്തെ ചർച്ച നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.